വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബ്ബർ. ഇന്ന് ഇറച്ചിയൊന്നും കഴിക്കാത്തവർക്ക് അതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സോയാബീൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് സോയാബീൻ ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ ചെറിയ സോയാബീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലുതാണ് ഉള്ളതെങ്കിൽ അത് എടുത്താൽ മതി. അത് ഏകദേശം ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നിങ്ങൾ കുതിർത്ത് വെക്കുന്നില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്ത് ആ ഒരു സോയാബീനിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലവണ്ണം പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതിനുശേഷം മാറ്റി വെക്കുക. ഇനി അതിനെ നമുക്ക് ഒന്ന് മാരിനേഷൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പോളം കടലമാവ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കസൂരി മേത്തി, ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2-3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഇത് കട്ടത്തൈര് എടുത്തുകൊണ്ട് തന്നെ ഇതൊരു കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ആയി വരേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു സോയാബീനാണത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു തക്കാളി, അതിൻ്റെ ഉള്ളിൽ ആ ഒരു കുരുവും ഇതെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരു പകുതി ക്യാപ്സിക്കം, ഒരു സവോളയും കൂടി എടുത്തിട്ട് ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതും ഒരു 10 മിനിറ്റോളം വെച്ച് കൊടുക്കണം. ഇനി 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ലവണ്ണം ഫ്രൈ ആയിട്ട് കിട്ടുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഒന്ന് അതിൻ്റെയൊക്കെ ഒരു പച്ചമണെല്ലാം ഒന്ന് പോയി കുറച്ചൊന്ന് നമ്മൾ ആ ഒരു എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അതാ ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോയാബീൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു മസാലയും കൂടി റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണ് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവോള ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. ഈ ഒരു സമയം തന്നെ നമ്മൾ ആ ഒരു സോയാബീൻ്റെ മിക്സ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു വഴറ്റാൻ വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സവാളയൊക്കെ ഒന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഇതാ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ സവാള ഒന്ന് വഴന്ന് വന്നാൽ അതിലേക്ക് കുറച്ചും കൂടി മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 3/4 ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ആ ഒരു മസാലേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയതിന് ശേഷം അതിലേക്ക് 2 പഴുത്ത തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഒരു തക്കാളീൻ്റെ പച്ച ചുവ പോകുന്നത് വരെ നമ്മൾ നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിൽ ആ ഒരു വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിയുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നല്ല തിളച്ച് 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇത് തിളക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോയാബീൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ കണ്ടില്ലേ, ഈ ഏകദേശം ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ആ ഒരു സോയാബീൻ മിക്സിനെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഇത് നല്ല കുറുകിയിട്ടുള്ള ഒരു ഗ്രേവിയാണ്. അപ്പം ഈ ഒരു സോയാബീൻ്റെ മിക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത്
ഇനി ഇതിൽ വെള്ളം കുറവുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് മൂടി വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ, ഒന്ന് കുറുക്കിയെടുക്കുക. അതിന് ശേഷം ഇതിൽ 1/4 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒന്ന് കുറുക്കിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷേ നല്ലവണ്ണം കുറുക്കി എടുക്കുന്നതാണ് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 3-4 പച്ചമുളകും കൂടി കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പിലയും മല്ലിച്ചപ്പവും ഒക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കസൂരി മേത്തി കൂടുതൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കസൂരി മേത്തി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മൾ അടിപൊളിയായിട്ടുള്ള സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിൻ്റെ കൂടെയും പൂരീൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ചിലവർക്ക് ഈ ഒരു സോയാബീൻ കഴിക്കാൻ ചില കുട്ടികൾക്കും ഒക്കെ മടിയായിരിക്കും കേട്ടോ. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും ഇഷ്ടമല്ലാത്തവരും കഴിക്കും. അത്രയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സോയാബീൻ പലരും പല രീതിയിലായിട്ട് ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പം ഈ ഒരു രീതി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.